ഹോമിയോ മെഡിസിൻസ് കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? PCOD എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടം പുറത്തേക്ക് വരാത്തൊരവസ്ഥയാണ് നമുക്കറിയാം. ഈ അണ്ടം പുറത്തേക്ക് വരാതെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട്, ഹോർമോൺ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രീതിയാണ് നോർമലി IVF അതുപോലുള്ള ചികിത്സകളിലൊക്കെ നടത്തുന്നത് കുട്ടികളുണ്ടാവുന്ന കാര്യത്തിന് വേണ്ടി. ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മെഡിസിൻസിൽ ആണ് കൊടുക്കുന്നത്. ഹോമിയോപ്പതി ചികിത്സയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയറായിട്ടും ആ പേഷ്യൻറ്റിന് ആർത്തവം കൃത്യമായി വരുന്നത് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറെ ഒരു ഹോർമോൺസ് ഇൻ്റർവെൻഷൻ പോലും ചെയ്യാതെ നാച്ചുറലി സബ്സൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിത് പറയുന്നത് ഒരു ദിവസമോ 2 ദിവസമോ പഴക്കമുള്ള കേസുകൾക്കല്ല. ഇപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ പഴക്കമുള്ള PCOD കേസുകൾ വരെ മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹോമിയോപ്പതി മെഡിസിൻസ് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു റിതം, നമ്മുടെ ഹോർമോണൽ ബാലൻസിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ഹോർമോൺ കൊടുത്തു കഴിയുമ്പോൾ സിന്തറ്റിക് ഹോർമോണാണ്. അതിനൊരിക്കലും ഒരു നാച്ചുറൽ ഹോർമോണിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് നോക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ കുറവാണ്, ഹോർമോൺസ് ബോഡിയിൽ കുറവാണ്, TSH വളരെ കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊരിക്കലും ഈ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഗ്ലാൻഡിനെ കൊണ്ട് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എന്ത് കുറവാണോ ഹോർമോൺ ഉള്ളത് ബോഡിയിൽ സപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് ജസ്റ്റ് സപ്ലിമെൻറ്റേഷൻ പോലെ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് തൈറോയ്ഡൊക്കെ നോർമലായി മാറാറുണ്ട്. അതെങ്ങനെയാണ് നോർമലാവുന്നത്? ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്യാതെ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഗ്രന്ഥി തന്നെ പ്രവർത്തിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും കൃത്യമായ ചികിത്സകൾ നമ്മൾ എടുത്താൽ മാത്രമാണ് ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിലൊരു 50 തൊട്ട് 100 മരുന്നുകൾ വരെ ഉണ്ട്. ഈ 50-100 ഒരു രോഗിക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ രോഗിക്ക് ഏതാണ് ആവശ്യം, ഈ സിറ്റുവേഷനിൽ ഏതാണ് ആവശ്യം, അത്തരത്തിലുള്ള അറിവുള്ള ഡോക്ടർമാരെ കണ്ട് കൃത്യമായ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രോഗങ്ങൾ PCOD അല്ല ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. എസ്പെഷ്യലി ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾക്ക്. കാരണം ഈ ഹോർമോൺ സംബന്ധമായ രോഗങ്ങളുടെ എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു മാനസികമായ അംശം കൂടി ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സൈക്കോസൊമാറ്റിക് എലിമെൻറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഒരു പരിധി വരെ അതിന് നല്ലത്. ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് ശരിയാക്കണം, ഒരു മാസത്തേക്കോ കുറച്ച് നാളത്തേക്കോ മാത്രമാണെങ്കിൽ ഹോർമോൺസ് എടുക്കാം. താങ്ക് യു.